താലൊടുക്കാൻ പോയാൽ ആ താലൊടുക്കാൻ പോയി വന്നതിന് ശേഷമുള്ള പ്രഹസനം ഉണ്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ദേ നമ്മൾ താലൊടുക്കാനായിട്ട് അമ്പലത്തിൽ ചെന്ന് താലമൊക്കെ പൂജിച്ച് കിട്ടി. അങ്ങനെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ സുധപ്പം വന്ന് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇത് എൻ്റെ കൂട്ടുകാരത്തി ചേച്ചിയാണ് കേട്ടോ. കൂട്ടുകാരത്തി ചേച്ചി എന്ന് വെച്ചാൽ അമ്പലത്തിലാണെങ്കിലും കുടുംബ യൂണിറ്റിൻ്റെ ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കുള്ളൂ കേട്ടോ മുന്നിൽ തന്നെ നിൽക്കാറ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ താലത്തിലും ഞങ്ങൾ രണ്ടുപേരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ താലത്തിൻ്റെ ഇടക്ക് നല്ല മേളവും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ എൻ്റെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സുധു നമുക്ക് ഷോർട്സ് ഇടാമേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പോയി വന്നതിന് ശേഷമാണ് അവൻ പറയണത്. അപ്പോൾ അതേ ഫോണിൽ നോക്കിയപ്പോഴാണെങ്കിൽ അവൻ എല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത എല്ലാ കാഴ്ചകളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇത് നമ്മുടെ പള്ളിപ്പടിക്ക് ആയിരുന്നു കേട്ടോ. മേളമൊക്കെ നല്ല അടിപൊളി മേളമൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് കൂടി ഞാനിങ്ങനെ നടന്നു പോണ വീഡിയോ ഒക്കെ അവനിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് അവനോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ദേ അങ്ങനെ ഞങ്ങളിങ്ങനെ വഴിയിൽ എല്ലാവരെയും കണ്ടിട്ട് സുനിച്ചേട്ടനും അമ്മയും എല്ലാവരും ഒക്കെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ സുധപ്പം വീഡിയോ എടുക്കേണ്ടത് നമ്മുടെ ചേച്ചിയോട് പറഞ്ഞതാണ് ഞാനൊന്ന് ഹായൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ട് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് അതിന് ശേഷം താലത്തിനെ എതിരേൽക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതേ മേളവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതേ അവിടെ ഉണ്ടോ നിന്നൊരാൾ ചിരിക്കണം, സുനിച്ചേട്ടൻ നോക്കി ചിരിക്കണം. അപ്പം പിന്നെ സുനിച്ചേട്ടനൊരു ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ കുറേ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ നാടും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കല്യാണം കഴിച്ച് വന്നതുപോലെ അല്ല, കൂടുതൽ അതിനു മുമ്പേ അറിയാവുന്ന കുറേ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയൊക്കെ കണ്ട് അപ്പോൾ ദേ നമ്മുടെ തേരിനെ ആനയിച്ചൊക്കെ കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം അമ്പലത്തിൽ കയറി ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞാണ് പിന്നെ താലം ദേവിയുടെ നടക്കുകയാണ്. എൻ്റെയും സരിത ചേച്ചിയുടെയും താലം ദേവിയുടെ നടക്കുകയായിരുന്നു. പിന്നെ ദേ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പിള്ളേർ കളിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കളിയുടെ പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷേ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഞാൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. അവർ കണ്ണൂരിൽ നിന്നാണ് വന്നേന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ അമ്മയുടെ പോലെ കൈകൊട്ടി കളിക്കൊക്കെ പോകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് താലമൊക്കെ ചെരിഞ്ഞ് ഇതേ ഞാൻ വന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.